ഹലോ. അപ്പം നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി നേരത്തെ ക്ഷേത്രത്തിൽ പോയി തൊഴുതാണ്ട് നേരെ റൂമിലേക്ക് വന്നു കേട്ടോ. കുറേ നേരം നിൽക്കണ്ടേ, നമുക്കൊരു 9:30 ആയപ്പോഴാണ് നമുക്ക് തൊഴാൻ ടൈം കിട്ടിയത്. എന്തായാലും തൊഴുതു കേട്ടോ. തൊഴുത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഫുഡ് അടിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ് അവിടുത്തെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മസാല ദോശയൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലോട്ട് ഒന്നും കൂടി പോയി. അമ്പലത്തിൽ പോയി നേരെ പോണത് കുളത്തിലോട്ട് കേട്ടോ. അപ്പോൾ അമ്പലക്കുളത്തിൽ പോകാൻ വേണ്ടി നേരെ പോയി. നമുക്ക് കുറേ നേരം അവിടെ നിന്നു, കൈയും കാലും കഴുകി. പിന്നെ കുറേ നേരം മീനുകൾ നോക്കി നിന്നു. അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആയതിനും സെക്യൂരിറ്റി പിന്നെ കുറേ അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറേ ആൾക്കാർ ഒന്ന് പറഞ്ഞു വെച്ചിട്ടു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് പോരുന്ന ടൈമാണ്. അപ്പോൾ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനോട് പറഞ്ഞ് നേരെ ഇറങ്ങുകയാണ്. അതല്ല രസം. അന്ന് നമ്മൾ ചെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ വിവാഹങ്ങൾ കാണാൻ പറ്റി. കുറേ കല്യാണം ഉണ്ടായിരുന്നു അന്ന്, അതെല്ലാം കാണാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കുറേ വണ്ടികൾ നിർത്തിയിരുന്നു പൂജയ്ക്കൊന്ന്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണ് വിട്ടൊരു വണ്ടി, ഈ ബെൻസിന് ഏത് മോഡലല്ല, എന്നാൽ കാരവൻ പോലത്തെ ചെറിയൊരു ബെൻസ് അല്ല. അപ്പോൾ ഞാൻ കുറേ നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടി കുറേ നേരം നോക്കി നിന്ന്. അപ്പം അതും അറിയില്ല, അതിന് കുറേ. പിന്നെ നമുക്ക് പോകാനുള്ളത് ആനക്കോട്ടയ്ക്ക് കേട്ടോ. ആനക്കോട്ടയിൽ പോയിട്ട് പ്രത്യേകിച്ച് എന്തായാലും നമുക്ക് ആനകളെ കാണാം. പിന്നെ നമ്മൾ പോകുന്നതുകൊണ്ട് അപ്പോൾ അതിനുള്ള ബസ് വരെ ടൈം, അതാണ് ആ ബസ്, ആ ലാസ്റ്റ് നിൽക്കുന്ന ബസ്. പിന്നെ നമ്മളതിൽ കയറി, ബസ്സിൽ കയറി നേരെ ചെല്ലുന്നതും ആനക്കോട്ടയ്ക്ക് കേട്ടോ. അവർക്ക് ബസ് ഇത് നേരെ വേറോട്ടാണ് പോകണേ, പക്ഷേ നമുക്ക് നേരെ ചെന്ന് ഇറങ്ങാൻ പറ്റിയ സ്ഥലം ആനക്കോട്ടയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇതിനടുത്ത് തന്നെയാണ്. 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഉള്ളൂ തോന്നുന്നു ഗുരുവായൂർ നേരം കൊണ്ട്. ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ കണ്ടോ, തുള്ളി കളിക്കുക ഓരോ ആനകൾ അതേപോലെ കണ്ടു കഴിക്കാൻ നല്ല രസമായിട്ടോ. നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് കളിച്ചു കളിക്കാനൊക്കെ കണ്ടുകൊണ്ടിരുന്ന്. പിന്നെ അതിനിടയ്ക്ക് വേറെ നല്ലൊരു കുട്ടിയാനെ ചെറിയ ആന, ചെറുതാണെന്ന് തോന്നുന്നു. നല്ല കൊമ്പുണ്ട്, നല്ല തടിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഗില്ലാടീൻ്റെ അടുത്ത് പോയി. ഇതാണ് ഇപ്പം നല്ല അടിപൊളി ആന, ഡാൻസാണ്. പിന്നെ അവിടുന്ന് പോരാൻ തോന്നില്ല. പിന്നെ അത് പോരാണ്ട് ഇവൻ്റെ ഓരോ പോസുകളുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നല്ല ഏതായാലും നല്ല പോസിൽ നിന്നൊരു നല്ല അനുസരണയുള്ളൊരാന. അങ്ങനെ ഓരോ പോസ് കഴിഞ്ഞാൽ എൻ്റെ തലയാട്ടിൽ കുറേ നേരം നിന്നു. കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മളിവിടെ തന്നെ നിന്നു കേട്ടോ. ഒന്നുമില്ല, നമുക്ക് ഇവരൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നില്ല തന്നെ. അങ്ങനെ നിന്ന് പിന്നെ നമ്മൾ നേരെ നമ്മൾ തിരിച്ച് പോരാനുള്ള വഴിയാണ്. ആ പോകുന്ന വഴിക്കിൽ നമ്മൾ തമിഴ്നാടൻ വണ്ടി കണ്ട് ഒരു ബസ്. ഇതുണ്ടോ, ഇതാണ് അടിപൊളി, എന്തോ ഡെക്കറേഷൻ്റെ. അത് നമ്മൾ ജ്യൂസ് കട കയറി ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ ഗുരുവായൂരോട് യാത്ര പറയാണ്. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോകാൻ. അപ്പം നേരെ അവിടെ പോയി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോകുന്നത്. അതേ നൈറ്റായിട്ട് ചെന്നപ്പോൾ പോകുന്ന വയ്ക്കൽ അവിടെ തൃശ്ശൂർ തന്നെ ഉണ്ട്. അവിടെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ ഉണ്ട്. കുറേ ഡ്രസ്സുകൾ, നമ്മൾക്ക് വിലക്കുറവുള്ള ഡ്രസ്സ് എല്ലാം കഴിഞ്ഞ് ട്രെയിനിൽ കയറി നമ്മൾ നേരെ കോഴിക്കോടെത്തുമ്പോൾ നമുക്ക് സമാധാനമാണ്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ 10-11 മണി 12 മണിയായി. ആ സമാധാനം കിട്ടിയിട്ടില്ല. എന്നാലും നമ്മൾ മലബാർ എക്സ്പ്രസ് വന്ന് സമയം 4 മണി 3 മണിയായിട്ടാണ്.